നാടൻ പഴംപൊരി അഥവാ വാഴയ്ക്കപ്പം നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴംപൊരി തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ശേഷം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ്. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഈ പറഞ്ഞതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ എള്ളും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യാനുസരണം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. ഇനി ഈ മാവ് കലക്കിയെടുക്കേണ്ടത് തീരെ ലൂസായി പോകാനും അതുപോലെ തീരെ കട്ടിയായി പോകാനും പാടില്ല. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുത്ത് വയ്ക്കാൻ. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഈ മാവ് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് കുറഞ്ഞതൊരു 30 മിനിറ്റോളം ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഈ മാവ് പഴംപൊരി തയ്യാറാക്കാൻ വിധത്തിൽ കറക്റ്റ് പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 3 നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് അധികം വലിപ്പമില്ലാത്ത 3 നേന്ത്രപ്പഴമാണ്, അതായത് ഏത്തപ്പഴമാണ്. അതുകൊണ്ട് തന്നെ 3 ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 3, 4, 5 കഷ്ണങ്ങളായിട്ട് നമുക്കത് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്തായാലും നമ്മൾ ഈ 3 നേന്ത്രപ്പഴവും 3 കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്ലൈസ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഓരോന്നായി മാവിൽ മുക്കി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യ തവണ ഒരു 3 പഴംപൊരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 പീസ് നേന്ത്രപ്പഴവും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് കറക്റ്റ് പരുവത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ ഈ ഇട്ട് കൊടുത്ത പഴംപൊരിയുടെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്ന് വരാനായി ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ പഴംപൊരിയുടെ ഒരു വശം ചെറിയ തോതിലൊന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 1-2 തവണ ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴേക്കും പഴംപൊരിയെല്ലാം കറക്റ്റ് നല്ല പരുവത്തിന് മൂത്ത് ചുവന്ന് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരം പഴംപൊരി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് വാടിയ ചേമ്പും തണ്ട് പോലെ കുഴഞ്ഞു കിടക്കുന്ന ആ ഒരു ടൈപ്പല്ല, നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.